നമസ്കാരം, എല്ലാവർക്കും ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ 10ാം ക്ലാസ്സിലെ പാഠഭാഗത്തിലെ ആദ്യ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പ്രഭാത് എന്ന് പറയുന്ന ഹിന്ദിയിലെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ എഴുതിയ ബീർ ബഹുട്ടി എന്നുള്ള കഥയെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിന്റെ ബാക്കി ഭാഗം ഞാനൊന്ന് വായിച്ചു തരാം, ആ പാരഗ്രാഫ്, എന്നിട്ട് നമുക്ക് വിശദീകരിച്ച് പറയാം. ഓക്കെ, അപ്പൊ പാഠഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. बादल को देखकर गधे को नहीं डुलाना चाहिए, दुकान वाले भैया ने कहा और पूछा, कौन सी में पढ़ते हो? 5वीं में, साहिल ने ऐसे बुरे मन से बताया जैसे 5वीं में पढ़ना पाप हो। दोनों? दुकान वाले भैया ने कहा, हाँ दोनों, और हम दोनों का सेक्शन भी एक ही है। ये बेला ने ऐसे खुश होकर बताया जैसे यह कोई बहुत बड़ी बात हो. ഓക്കെ, എന്താണ് ഈ പാഠഭാഗത്ത് പറയുന്നത്? ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് ബാദൽക്കോ ദേക്കർ ഗഡേക്കോ നെഹി ഡുലാന ചാഹിയെ. കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിച്ച ചോദ്യമാണിത്. കാർമേഘത്തെ കണ്ടിട്ട് കുടം കമഴ്ത്തരുത്. എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്? മഴ പെയ്യും എന്നുള്ള പ്രതീക്ഷയില് നമ്മൾ കുടത്തിലുള്ള വെള്ളം കളഞ്ഞാൽ മഴ പെയ്തില്ലെങ്കിൽ എല്ലാം പോവൂലേ? ആ ഒരു അവസ്ഥയാണ് ഇവിടെ ആർക്കുണ്ടായത്? സാഹിലിന് ഉണ്ടായത്. അപ്പൊ എന്താണ്? കിസി വസ്തു മിൽനേക്ക് പ്രതീക്ഷാമേം ഹമാരെ പാസ് കി വസ്തുക്കോ നെഹി ചോടന ചാഹിയെ. ഓക്കെ, നമ്മൾ ഏതെങ്കിലും വസ്തു കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളുടെ കയ്യിലുള്ള വസ്തുവിനെ ഒരിക്കലും എന്ത് ചെയ്യരുത്? കളയരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, ചോദ്യോത്തരങ്ങളും വർക്ക്ഷീറ്റുകളൊക്കെ പാഠഭാഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിനെ ഒന്നുകൂടെ വിശദീകരിച്ച് അർത്ഥം പറഞ്ഞുതരാം, ശ്രദ്ധിക്കട്ടോ. അപ്പൊ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ദുക്കാൻ വാലെ ഭയ്യാനെ കഹ അല്ലെ, അവർ പൂച്ച ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ബാദിൽക്കോ ദേക്കർ ഗഡേക്കോ നെഹി ഡുലാന ചാഹി എന്ന് പറഞ്ഞതിന് ശേഷം കടക്കാരൻ ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? കോൻസിമേം പഠിത്തേ ഹോ, നിങ്ങൾ എത്രയിലാ പഠിക്കണേ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, 5वीं में സാഹിലിനെ ഐസെ ബുരേ മനസേ ബത്തായ. സാഹിൽ എന്താണ്? ഇതൊരു ബുരേ മനസേ ബത്തായ, ഒരു ചീത്തയായിട്ടുള്ള മനസ്സോട് കൂടിയിട്ടാണ് പറഞ്ഞത്. മോശമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ടാണ് ബത്തായ പറഞ്ഞു. ജയ്സെ 5वीं में പഠന പാപുഹോ. എങ്ങനെയാ പറഞ്ഞത്? 5ാം ക്ലാസ്സിൽ പഠിക്കുക എന്നുള്ളത് എന്തോ പാപം ചെയ്ത പോലെയാണ് സാഹില് പറഞ്ഞത്. കാരണം എന്താ? പേനയിൽ മഷി കിട്ടാത്ത സങ്കടല്ലേ? ആ വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് കടക്കാരൻ ഇത് ചോദിച്ചത്. അപ്പൊ പേനയിൽ മഷി ഇല്ലാതെ സ്കൂളിലോട്ട് ചെന്നുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് തന്നെ അറിയാലോ. അപ്പൊ ആ ഒരു വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് കടക്കാരൻ ഇത് ചോദിച്ചത്. അതുകൊണ്ടാണ് സാഹിൽ ഇങ്ങനെ മറുപടി പറഞ്ഞത്. അപ്പോൾ കടക്കാരൻ ചോദിക്കുകയാണ്, ധോനോ, രണ്ടാളും? ദുക്കാൻ വാലെ ഭയ്യാനെ കഹ. ദുക്കാൻ വാലെ എന്ന് പറഞ്ഞ എന്താ? കടക്കാരൻ. ദൂക്ക എന്ന് പറഞ്ഞ കട, ദുക്കാൻ വാലെ എന്ന് പറഞ്ഞ കടക്കാരൻ. കടക്കാരൻ എന്ത് ചെയ്യാണ്? ചോദിക്കാണ്, രണ്ടാളും എന്ന് ചോദിക്കുകയാണ്. दोनों, और हम दोनों का सेक्शन भी एक ही है. ഞങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ് തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ ഞങ്ങളെ സെക്ഷൻ എന്ന് പറഞ്ഞ ഡിവിഷൻ, ഞങ്ങൾ ഡിവിഷനും ഒന്ന് തന്നെയാണ്. എ എന്ന് പറയുന്ന ഡിവിഷനിലാണ് അവര്. ബേലാനെ ഐസെ ഖുഷ് ഹോക്കർ ബത്തായ. ബേല ഇത് വളരെയധികം സന്തോഷത്തോടെയാണ് പറഞ്ഞത്. ജയ്സെ കോയി ബഹുത്ത് ബഡി ബാത്തോ. ഇതെന്താണ്? ഒരു വലിയ കാര്യമാണെന്നുള്ള രീതിയിലാണ് ബേല സംസാരിച്ചത്. ഓക്കെ, ഞാൻ അടുത്ത പാരഗ്രാഫ് ഒന്ന് വായിച്ചു തരാം, ശ്രദ്ധിക്കട്ടോ. ക്ലാസ് में दोनों पास पास बैठते थे, कॉपी में काम करते तो दोनों कॉपी में काम करते थे, किताब पढ़ते तो दोनों किताब पढ़ते, बल्कि पाठ भी एक ही पढ़ते. साहिल चमक उड़ी सन 57 में, वह तलवार पुरानी थी, पढ़ता तो बेला भी
चमकूडी सन 57 में वह तलवार पुरानी थी, पड़ती दी। बेला कहती, बहन जी पानी पीने चली जाओ। साहिल भी कहता, बहन जी पानी पीने चला जाओ। എന്താണ് പാരഗ്രാഫ് പറയുന്നത്? ക്ലാസ് മേ ദോനോ പാസ് പാസ് പഠിത്തത്തെ ബേല വിശദീകരിക്കാൻ തുടങ്ങുകയാണ് ഇതിനെ കുറിച്ചിട്ട്. ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. കാപ്പി മേം കാം കർത്തേത്തോ, ദോനോ കാപ്പി മേം കാം കർത്തേത്തെ, രണ്ടുപേരും നോട്ട് എഴുതുമ്പോൾ കോപ്പി മേം കാം കർത്തേ എന്ന് പറഞ്ഞ നോട്ട് എഴുതാണ് കേട്ടോ. നോട്ട് എഴുതുമ്പോൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു നോട്ട് എഴുതിയിരുന്നത്. നിങ്ങൾക്കറിയാം ഇത് 5ാം ക്ലാസ്സിലെ കുട്ടികളാണ്, നിഷ്കളങ്കത ഉള്ള കുട്ടികളാണ്. അതുപോലെ തന്നെ എന്താണ് അറിയാലോ. അപ്പൊ ആ നിഷ്കളങ്കതയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. കാരണം സാഹിലും ബേലയും ഒരു ക്ലാസ്സിലാണ്, അടുത്തടുത്താണ് ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നോട്ട് എഴുതുക എന്ന് പറയുമ്പോൾ രണ്ടാൾ ഒരുമിച്ചായിരിക്കില്ല നോട്ട് എഴുതുക. ടീച്ചർ എന്ത് നോട്ടാണോ പറയുന്നത് അതായിരിക്കും രണ്ടുപേരും എഴുതുക അല്ലെ. അപ്പൊ എങ്കിൽ കൂടി ബേല എന്ത് ചെയ്യാണ്, ഇതൊന്നുകൂടെ വിശദീകരിച്ച് കടക്കാരന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ. കിതാബ് പഠിത്തേത്തോ, പുസ്തകം പഠിക്കുകയാണെങ്കിലോ ദോനോ കിതാബ് പഠിത്തേ, രണ്ടുപേരും പുസ്തകം പഠിക്കും. വായിക്കുക എന്നാണ് ഇവിടെ അർത്ഥം കേട്ടോ, വായിക്കും കേട്ടോ പഠിത്തേ. ബൽക്കി പാഠ് ബി ഏക് ഹി പഠിത്തേ, മറിച്ചാണെങ്കിലോ പാഠവും ഒന്ന് തന്നെയാണ് പഠിക്കുന്നത്. ഇതൊക്കെ ആ നിഷ്കളങ്കമായ മനസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കാരണം ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും ഒരേ പാഠം തന്നെയല്ലേ പഠിക്കുക. പിന്നെന്താണ് പറയുന്നത്? ചമക്കൂടി സൻ 57 57 തിളങ്ങിയിരുന്ന, ചമക്കൂടി എന്ന് പറഞ്ഞ തിളങ്ങ കേട്ടോ, തിളങ്ങിയിരുന്ന സൻ 57 57 തിളങ്ങിയിരുന്ന വഹ തൽവാർ പുരാനീത്തി, ആ വാളെന്ന് പറയുന്നത് പഴയതായിരുന്നു എന്നാണ് സാഹില് പറയുന്നത്. ആ പഴയതായിരുന്നു എന്ന് പഠിത്താത്തോ പഠിച്ചപ്പോൾ ബേലാബി ബേലയും ചമക്കൂടി സൻ 57 യഹ് തൽവാർ പുരാനീത്തി പഠിത്തി. സാഹിൽ എന്താണ് ആ കാലത്തെ വാള് പഴയതാണെന്ന് പഠിച്ചപ്പോൾ ബേലയും അത് തന്നെ പഠിച്ചു. ഇവിടെ വേറെ ഒന്നുമല്ല, അവര് പാഠഭാഗത്ത് അവർ 5ാം ക്ലാസ്സിലല്ല പഠിച്ചിരുന്നത്. 5ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് അവരുടെ പാഠപുസ്തകത്തിലുള്ള ഒരു പാഠഭാഗമായിരുന്നു, പാഠത്തിലൊരു കവിത ഉണ്ടായിരുന്നു, ജാൻസി എന്ന് പറയുന്ന. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല, ഓക്കെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. ജാൻസി എന്ന് പറയുന്ന ഝാൻസി റാണിയെ കുറിച്ചുള്ള ഒരു കവിതയായിരുന്നു. ഓക്കെ, ആ ഝാൻസി റാണിയുടെ കവിതയില് ഝാൻസി റാണിയുടെ വാള് 1957 പഴയതായിരുന്നു എന്നാണ് അവരെ പാഠപുസ്തകത്തിൽ പറയുന്നത്. അത് സാഹില് പഠിച്ചപ്പോ ബേലയും അത് തന്നെ പഠിച്ചു എന്നാണ് പറയുന്നത്. അതായത് ചുരുക്കം പറഞ്ഞ രണ്ടുപേരും ഒരേ പാഠഭാഗമാണ് പഠിക്കുന്നത് എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത് കേട്ടോ. ബേല കളത്തി ബഹൻജി പാനി പീനെ ചെലി ജാവും. ബേല പറയാണ് നമുക്ക് വെള്ളം കുടിക്കാൻ പോവല്ലേ എന്ന് ചോദിക്കുകയാണ്. സാഹിൽ ബി കഴുത്ത, അപ്പൊ സാഹിലും പറയാണ് നമുക്ക് വെള്ളം കുടിക്കാൻ പോവാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാല് രണ്ടുപേരും ഇപ്പൊ ഒരാൾ വെള്ളം കുടി, നമുക്കറിയാം ഈ LP സ്കൂളിലെ കുട്ടികളെ കണ്ടിട്ടില്ലേ, ഒരാൾ മൂത്രയിക്കാൻ പോകുമ്പോ തൊട്ട് പിന്നാലെ എല്ലാവരും എനിക്കും പോണം എന്ന് പറയും അല്ലെ. അതേപോലെ തന്നെ ഇവരെന്താണ്, ഒരാൾ എന്താണോ ചെയ്യുന്നത് മറ്റേ ആളും അയാളുടെ കൂടെ ഉണ്ടാവും എന്നാണ് ഇവിടെ വ്യക്തമാക്കി തരുന്നത് കഥാകൃത്ത് ട്ടോ. അപ്പൊ അടുത്ത പാരഗ്രാഫ് വായിച്ചു തരാം ഞാൻ ആദ്യം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. गणित के मार्क्स सुरेंद्र जी का पीरियड गेलगंडी के बाद आता था। बच्चे उसने कांपते थे और गेलगंडी बंद होने से 2 मिनट पहले ही अपने अपनी जगहों पर आकर बैठ जाते थे. എന്താണ് ഇവിടെ പറയുന്നത്? ഗണിതക്കെ മാത്സം, അതായത് ഗണിതത്തിന്റെ അധ്യാപകൻ മാസ്റ്റർ സുരേന്ദർജി ക പീരിയഡ്, സുരേന്ദർജിയുടെ പീരിയഡ് ഗേൽഗണ്ടി, എന്താ ഗേൽഗണ്ടി? PT പീരീഡ് അല്ലെ. PT പീരീഡിന്റെ ബാദ് ആത്താത്ത, PT പീരീഡിന് ശേഷമാണ് സുരേന്ദർജിയുടെ പീരീഡ് ഉണ്ടാവുക. ബച്ചി ഉസ്നെ കാമ്പത്തേത്തെ, കുട്ടികൾ അദ്ദേഹത്തെ വിറച്ചിരുന്നു. എന്താണ് നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഗണിതത്തിന്റെ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ പൊതുവെ കുറച്ച് സ്ട്രോങ് ആയിരിക്കും അല്ലെ. അപ്പൊ എന്താണ് ഈ ഗണിതത്തിന്റെ അധ്യാപകനായിട്ടുള്ള സുരേന്ദർജിയെ കുട്ടികൾക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ അവരുടെ PT പീരീഡ് എന്ന് പറയുന്നത് ഗണിതത്തിന്റെ പീരീഡിന്റെ തൊട്ട് മുമ്പത്തെ പീരീഡ് ആയിരിക്കും.
എന്നിട്ടോ അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ, PT പീരീഡ് അവസാനിക്കുന്നതിന്റെ 2-3 മിനിറ്റ് മുമ്പ് തന്നെ അവരുടെ സീറ്റിൽ പോയിരിക്കും. നമ്മളൊക്കെ കണ്ടിട്ടില്ലേ, PT പീരീഡ് 6ാമത്തെ പീരീഡ് ആണെങ്കിൽ 7ാമത്തെ പീരീഡ് പകുതി ആയാലേ ഗ്രൗണ്ടിൽ നിന്ന് പോരുള്ളൂ അല്ലെ. പക്ഷെ അതേപോലെ നല്ല ഈ കുട്ടികൾക്ക് സുരേന്ദർജി ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, ഈ PT പീരീഡ് കഴിയുന്നതിന്റെ കഴിയുന്നതിന്റെ 3 മിനിറ്റ് മുമ്പ് തന്നെ കുട്ടികളെല്ലാവരും ക്ലാസ്സിൽ വന്നിട്ട് ഇരിക്കും. അടുത്ത പാരഗ്രാഫ് നോക്കാട്ടോ. സുരേന്ദർജി വാട്സപ്പ് इसी पीरियड में कॉपी जांचते थे, जरा सी गलती पर बच्चों को इधर उधर फेंक देते थे या झापड़ मारने लगते थे. उनका हाथ चलना शुरू होता तो रुकना भूल जाता था. എന്താണ് ഇവിടെ പറയുന്നത്, സുരേന്ദർജി വാട്സപ്പ് ഇസി പീരീഡ്, ആ ഒരു പീരീഡില് കോപ്പി ജാഞ്ചത്തെ, കോപ്പി പരിശോധിക്കും. ഗണിതത്തിന്റെ അധ്യാപകനാണ്, അപ്പൊ കോപ്പി പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ കോപ്പി അല്ല, നോട്ട് പരിശോധിക്കുകയാണ് കേട്ടോ. ജറാസി ഗൽത്തീപ്പർ, സ്വൽപ്പ തെറ്റുണ്ടെങ്കിൽ ബച്ചോങ്കോ, കുട്ടികളെ ഇതർ ഉദർ ഫേങ്, കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുമെന്നല്ല അർത്ഥം, ആ നോട്ട് പുസ്തകങ്ങൾ എടുത്ത് എറിയുമെന്നാണ് പറയുന്നത് കേട്ടോ. അല്ലെങ്കിലോ ജാപ്പട് മാറിന ലഗത്തെ, നന്നായിട്ട് ക്രൂരമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, മാറിന അടിക്കും. ഉനിക്ക ഹാത്ത് ചെല്ലാൻ ശുരു ഹോത്താത്തോ, ആ അടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൈ എന്താണ്, ചലിക്കാൻ തുടങ്ങി കഴിഞ്ഞാല് രൂക്കിന ഭൂൽ ജാത്താത്ത, നിർത്താന് മറക്കുമായിരുന്നു. അതായത് അടി തുടങ്ങിയാൽ പിന്നെ അദ്ദേഹം എന്ത് ചെയ്യൂല, നിർത്തൂല എന്നാണ് പറയുന്നത്. അപ്പൊ നല്ല ക്രൂരനായിട്ടുള്ള കുട്ടികളെ നന്നായിട്ട് തല്ലുന്ന അധ്യാപകനാണ് ആര്, സുരേന്ദർജി. പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് സുരേന്ദർജിയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടിയിട്ട്, ഓക്കെ, വ്യവഹാരം എഴുതാൻ വേണ്ടിയിട്ട്. അടുത്ത പാരഗ്രാഫാണ് ശ്രദ്ധിക്കുക. एक दिन सुरेंद्रजी मानसब ने बेला के बालों में पंजा फंसाया, पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती थी ही नहीं. उन्होंने बेला को छोड़ दिया. बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. उसने देखा कि बेला के पाव अभी भी कांप रहे हैं, जैसे वह गड़े गड़े अभी गिर जाएगी. सुरेंद्रजी मानसब ने कॉपी को उनके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. എന്താണ് പറയുന്നത്, ഒരു ദിവസം സുരേന്ദർജി ബേലയുടെ മുടി പിടിച്ചു വലിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്, നോട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നോട്ട് പരിശോധിക്കുന്ന സമയത്ത് എന്തോ മിസ്റ്റേക്ക് പോലെ തോന്നിയപ്പോ ആ ബേലയുടെ മുടി പിടിച്ച് വലിച്ചു നിൽക്കുകയാണ്. പക്ഷേ എന്ത് തെറ്റ് കണ്ടിട്ടാണോ സുരേന്ദർജി ഉസ്കെ ബാൽ പക്കടുക്കർ ഫേങ്കിനെ വാരത്തെ, അവളുടെ മുടി പിടിച്ച് വലിച്ചത്, വഹ് ഗൽത്തി തീഹി നഹി, പക്ഷെ അത് എന്തല്ലായിരുന്നു, തെറ്റല്ലായിരുന്നു. ഉനോനെ ബേലാക്കോ ചോട് ദിയ, അതുകൊണ്ട് തന്നെ അദ്ദേഹം ബേലയെ വിട്ടു. ബേലാക്കെ ഭയഭീത് ചെഹരേക്കോ ദേക്കുക, ബേലയുടെ ഭയം നിറഞ്ഞിട്ടുള്ള മുഖം കണ്ടിട്ട് സാഹിൽ ബുരി തര ഡർഗൈ, സാഹിലിന് ദേഷ്യം വരുന്നു, അതുപോലെ തന്നെ പേടിയുമായി. ഓക്കെ, തന്റെ കൂട്ടുകാരിയല്ല ഇങ്ങനെ ചെയ്യുന്നേ, അപ്പൊ പേടിയുമായി, എന്താണ്, ഭയം കൊണ്ടുള്ളൊരു പേടി വന്നു. ഓക്കെ, ഉസ്നെ ദേക്കാക്കി, അവങ്ങ നോക്കുകയാണ്, ബേലാക്കെ പാവ്, ബേലയുടെ കാലിലോട്ട് നോക്കിയപ്പോഴോ അബീബി കാമ്പ് രഹേ, ബേലയുടെ കാലിങ്ങനെ വറച്ചുകൊണ്ടിരിക്കുകയാണ് പേടിച്ചിട്ട്. ജയ്സെ വഹ് ഗഡേ ഗഡേ അബി ഗിർ ജായകി, എപ്രകാരമായിരുന്നു, അവൾ വിറച്ച് ഇപ്പൊ താഴെ വീഴുന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. സുരേന്ദർജി മാർസബിനെ, അപ്പോൾ സുരേന്ദർജി കോപ്പിക്കോ ഉസ്കെ ബൈറ്റിലേക്ക് ജഗപ്പർ, ബേലെ കോപ്പി എടുത്തിട്ട് ആ നോട്ട് എടുത്തിട്ട് എന്താണ്, അവൾ ഇരിക്കുന്ന സ്ഥലത്തോട്ട് ഫേങ്കത്തെ ഉയ കഹ, വലിച്ചെറിയാണ്. വലിച്ചെറിഞ്ഞിട്ട് പറയാണ് ബൈറ്റ് അപ്പനി ജഗപ്പർ, പോയിരിക്കേണ്ട സ്ഥലത്ത് എന്ന് പറയാണ്. മനസ്സിലായോ? അടുത്ത പാരഗ്രാഫ് ഞാനൊന്ന് വായിച്ചു തരാം. ബേല കമൻ ബഹുത്ത് ഖറാബ് ഹോ ഗയ, മാർസബ് ചാഹെ മുझे पीट लेते मगर साहिल के सामने नहीं. वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी, क्योंकि वह जानती थी कि वह साहिल की नजर में बहुत अच्छी है. जब वह उसके पास आकर बैठी उससे नजर मिला पाई.
എന്താണ് ഇവിടെ പറയുന്നത്? ബേലാക്ക മൻ ബൗത്ത് ഖറാബ് ഹോ ഗയാ. ബേലയുടെ മനസ്സെന്താണ്? വളരെയധികം വിഷമിച്ചു. എന്താണ്? മാഡ്സബ് ചാഹെ. അധ്യാപകൻ എന്താണ്? മുജെ പീഡിലേത്തെ, എന്നെ അടിച്ചോട്ടെ. മഗർ സാഹിൽ കെ സാമനെ നഹി. പക്ഷെ എന്ത് വേണ്ട? സാഹിലിന്റെ മുന്നിൽ വെച്ച് വേണ്ടായിരുന്നു. സാഹിൽ കെ സാമനെ, അവളെന്താണ്? സാഹിലിന്റെ മുന്നില് ഹുദുക്കോ, സ്വയം ഷർമിത മഹസൂസ് കർലി. ഷർമിത എന്ന് പറഞ്ഞാൽ ലജ്ജ, മഹസൂസ് എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക. അവള് സ്വയം സാഹിലിന്റെ മുന്നിൽ ലജ്ജ അനുഭവിക്കാൻ തുടങ്ങി. ക്യോങ്കി വഹ് ജാൻതി തി, എന്തെന്നാൽ അവൾക്ക് അറിയാമായിരുന്നു. കി വഹ് സാഹിൽ കി നസർമേ ബഹുത്ത് അച്ചി ഹേ, അവളെന്താണ്? സാഹിലിന്റെ ദൃഷ്ടിയില് വളരെ നല്ല കുട്ടിയായിരുന്നു. ജബ് വ ഉസ്കെ പാസ് ആക്കർ, അവൾ എപ്പോഴാണോ അവന്റെ അടുത്ത് വന്ന് ഇരുന്നത് ഉസെ നസർ നെഹി മിലാപ്പായി, അവൾക്ക് എന്താണ്? അവനെ നോക്കാൻ കഴിഞ്ഞില്ല, ഫേസ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ദീപാവലി ചുട്ടിയോ കെ ബാദ് ജബ് സ്കൂൾ ഗുലാത്തോ बेला के सिर पर सफेद पट्टी बांधी थी. कोई उसे होय 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 सफेद पट्टी कह रहा था. तो कोई चलरो सुल्ताना टाकू, तो कोई कुछ और कहकर चिढ़ा रहा था. എന്താണ് പറയുന്നത് ഇവിടെ? ദീപാവലി ചുട്ടിയോ കെ ബാദ്, ദീപാവലി അവധിക്ക് ശേഷം ജബ് സ്കൂൾ ഗുലാത്തോ, എപ്പോഴാണോ സ്കൂൾ തുറന്നത്, ബേലാക്കെ സിർപ്പർ, അപ്പൊ ബേലയുടെ തലയില് സഫേദ് എന്താണ്? നിറങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? സഫേദ് എന്ന് പറഞ്ഞാൽ വെള്ള, നീലക്ക് നീല എന്ന് തന്നെ പറയാ, ലാൽ എന്ന് പറഞ്ഞ ചുവപ്പ്, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ എന്താണ് സഫേദ്? പട്ടി എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിലുള്ള അർത്ഥം അല്ല കേട്ടോ. പട്ടി എന്ന് പറഞ്ഞാൽ ബാൻഡേജ് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ എന്താണ് സഫേദ് പട്ടി എന്ന് പറഞ്ഞാല് വെള്ള ബാൻഡേജുകാരി കേട്ടോ, അല്ലാതെ വെള്ളപ്പട്ടി എന്നല്ല, ശ്രദ്ധിക്കുക. വെള്ള ബാൻഡേജുകാരി കഹ്രഹാത്തോ എന്ന് വിളിച്ചപ്പോൾ, അങ്ങനെ സഫേദ് പട്ടി എന്ന് പറഞ്ഞ വെള്ള ബാൻഡേജുകാരി എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ കോയി, കുറച്ചു പേരെന്ത് ചെയ്യാണ്? സുൽത്താന ടാക്കു, കൊള്ളക്കാരുടെ രാജകുമാരി. സുൽത്താന എന്ന് പറഞ്ഞ രാജകുമാരി, ടാക്കു എന്ന് പറഞ്ഞാല് കൊള്ളക്കാര്. നിങ്ങൾക്കറിയാം, പഴയ സിനിമകളിലോ കണ്ടിട്ടുണ്ടാവും, ഈ കൊള്ളക്കാരൊക്കെ തലയിൽ ഒരു കെട്ടും കെട്ടിയിട്ട് കാണാം അല്ലെ. അങ്ങനെ കെട്ടിയോണ്ടാണ് കൊള്ളക്കാരി എന്ന് വിളിക്കാനുള്ള കാരണം. അപ്പൊ കൊള്ളക്കാരുടെ രാജകുമാരി എന്ന് വിളിച്ചിട്ടും കളിയത്തോ കുച്ചിക്ക് ഔർ കഹ്കർ, ഇങ്ങനെ ഓരോന്ന് വിളിച്ചിട്ട് ചിടാരഹാത്ത, അവളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്.